ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ ഡോക്ടർ രാജു കെ ബേബി കൊട്ടാരക്കരയ്ക്കടുത്ത് പ്രയർ ക്ലിനിക് എന്ന് പറഞ്ഞ തൃക്കണമംഗൽ കോടതിക്കടുത്ത് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 34 വർഷമായിട്ട് ഞാൻ ഈ ഹെൽത്ത് ഫീൽഡിലുണ്ട്. എനിക്ക് 3 ചാനലുണ്ട്. ഒരു ചാനൽ ഹെൽത്തിനെ കുറിച്ചാണ്, മറ്റൊരു ചാനൽ ബൈബിൾ ക്വിസിനെ കുറിച്ചാണ്, മൂന്നാമത് ഒരു ചാനൽ എന്ന് പറയുന്നത് സാമൂഹിക തിന്മകളെ കുറിച്ച് പോരാടുക. ആ ചാനലാണ് ഇത് വരുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, നിങ്ങൾ കമൻറ്റ് തീർച്ചയായിട്ടും ഇടണം. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുതേ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ തന്നതായിട്ടുള്ള എല്ലാ പിന്തുണയും ഈ ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജസ് എന്ന് പറയുന്ന ഈ ചാനലും ഉണ്ടായിത്തരണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ ഒരു വലിയ സാമൂഹിക അനീതിക്കെതിരെ ഇന്ന് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിക്കുകയാണ്. അധികം സമയം എടുക്കില്ല. നിങ്ങളെ ആരും പോരടിപ്പിക്കരുതെന്നാണ് എൻ്റെയും ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളും ഇത് കണ്ട് ഷെയർ ചെയ്ത് ഇതിൽ പങ്കാളികളാകുക. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത് സദാചാര ഗുണ്ടായിസം എന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് വളരെ പൊങ്ങി വരികയാണ്. സദാചാര ഗുണ്ടായിസം എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ ഇന്ന് പൊങ്ങി വരികയാണ്. എന്താണ് ഈ സദാചാര ഗുണ്ടായിസം? ഇവിടെ സദാചാരന്മാരായിട്ട് പോലീസുകാരല്ലെങ്കിൽ നാട്ടുകാര് സദാചാരന്മാരാവും. എന്തിനാണ് ഈ നാട്ടുകാര് സദാചാരന്മാരാകുന്നത്? അതിന് ഉദാഹരണം പറയാം. ഡോക്ടറുടെ ഡ്യൂട്ടി, കോവിഡ് കാലത്ത് ഡോക്ടറുടെ ഡ്യൂട്ടി കഴിഞ്ഞ ഒരു ഡോക്ടർ ചേർത്തലക്കൂടെ പോവായിരുന്നു. ഒരു പുരുഷനുണ്ടായിരുന്നു. പുരുഷനായ ഡോക്ടർ ആറോടിച്ച് പോകുമ്പോൾ കുറച്ച് പേര് തടഞ്ഞു നിർത്തി, രാത്രി എന്താ പരിപാടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാറിൽ നിന്നിറക്കി മർദ്ദിക്കുന്ന ഒരു സീൻ. ഇതാരാണ്? പോലീസാണോ? നിങ്ങൾ എന്ത് തെളിവോട് കൂടിയാണ് ഈ പാവം ഡോക്ടറെ അടിച്ചത്? ഇങ്ങനെ പിന്നെയും വേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ചെയ്യുന്ന സദാചാര ഗുണ്ടായിസമുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഫ്ലാറ്റിൽ ചെന്നു എന്ന് പറഞ്ഞ് പോലീസുകാരെല്ലാം കൂടെ അയാൾക്കെതിരെ പരാതി കൊടുത്തു. അയാളെ കയ്യേറ്റം ചെയ്തു. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഫ്ലാറ്റിൽ ചെന്നതിന്, സ്ഥിരമായി ചെന്നതിനല്ല, ഒരു തവണ ചെന്നതിന് ഇവനെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് എന്ത് അധികാരം കൊടുത്തു? അതുപോലെ ഈ പോലീസുകാര് ഈ സദാചാര ഗുണ്ടായിസം അവരുടെ തന്നെ ആൾക്കാർക്കെതിരെ പ്രയോഗിച്ചാലോ? ഒരിക്കൽ ചേർത്തല വെച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു അല്പം ഇരുളുള്ള സ്ഥലത്തോടെ നടന്നിരിക്കുന്നു. 2-3 പേര് ഞങ്ങളുടെ പുറകെ വന്നിട്ട് ഞങ്ങളെ 2 പേരെയും അടിക്കാനും ചീത്ത വിളിക്കാനും തുടങ്ങി. നിങ്ങൾ എന്താ ഇവിടെ ചീത്ത വിളിക്കുന്നത്? ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ ഒരുമിച്ച് രാത്രി നടക്കരുതെന്ന്. ഇത് ചേർത്തല ഞാൻ KVML നടന്ന സംഭവമാണ്. നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള അനേക സംഭവങ്ങൾ നാട്ടിൽ വളരെ നടക്കുന്നുണ്ട്. ഒരു സൈറ്റ് സീയിങ് പ്ലേസിൽ കുറച്ച് പെൺപിള്ളേരും ആൺപിള്ളേരും കൂടെ കൈകോർത്ത് പിടിച്ച് നടക്കുന്നതായിരുന്നു സൈറ്റ് സീയിങ്. അത് ഈ അടുത്ത കാലത്താണ് തന്നത്. അവർ പറഞ്ഞു, ഇവിടെ എന്തും കാണിക്കാമെന്നായോ കുറച്ച് നാട്ടുകാര്. ഇവിടെ നിന്ന് കാണിക്കാമെന്നായോ, ഇവിടെ ആണും പെണ്ണും കൂടെ നിങ്ങൾക്ക് ഇതില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടായി. ഇവന്മാരും ഏതാണ്ട് പറഞ്ഞു, അങ്ങോട്ടായി ഇങ്ങോട്ടായി. ആ 2 കുടിയന്മാര് നമ്മൾ പത്രത്തിൽ ഈയിടെ വായിച്ചതാണ്. ആ 2 കുടിയന്മാര് ഇവരെ കയറി അടിച്ച്, പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച് അടിച്ച്, ചെക്കുറ്റിക്കിട്ട് അടിച്ച് ഇവരുടെ ഊപ്പാട് വരുത്തി. ഈ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടെ കൈ കൊടുത്ത് പിടിച്ച് സൈറ്റ് സീയിങ് പ്ലേസിൽ നടന്നാൽ ഇവർക്ക് എന്താണ് പ്രശ്നം? ഒന്നാമതൊരു സൈറ്റ് സീയിങ് പ്രശ്നം മാത്രമല്ല, നീ ഇവിടുത്തെ എന്ത് ഗുണ്ടയാണ്? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? നിങ്ങളാണോ ഈ നാട്ടിലെ നിയന്ത്രണം എടുക്കുന്നത്? മാത്രമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും നടന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായി? നിങ്ങൾക്ക് പോലെ പ്രശ്നം ഉണ്ടായോ? എന്നിട്ട് അവരെ അടിച്ച് ഇടിച്ച് ഉടച്ച്. ഇതിനെയാണ് സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത്. ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്ന ഈ കാര്യങ്ങളെ എതിർക്കേണ്ടത് നമ്മുടെയും ഈ ലോകത്തിലെ ജനതയുടെയും ആവശ്യമാണ്. ഞാൻ ഈ സദാചാര ഗുണ്ടായിസത്തെ കുറിച്ച് ഏതാണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെയും ഞാൻ വേറെ മറ്റൊരു കാര്യം പറഞ്ഞു. മന്ത്രവാദത്തിന്റെ പേരിൽ സ്ത്രീകളെ അടിക്കുക,
പുരുഷന്മാരെ അടിച്ച് ഊപ്പാട് വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് അത് മന്ത്രവാദത്തിന്റെ പേരിലാണ് ഇവരെ അടിച്ച് തൊഴിച്ച് ഇടിച്ച് പഞ്ചറാക്കി വിടുന്നത്. പറയുന്നത് സദാചാര ഗുണ്ടായിസത്തിന്റെ വേറൊരു ഭാഗമാണ്. ചില ആൾക്കാർക്ക് കുട്ടികളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികളെ അടിക്കുക. ആ കുട്ടി അതുവഴി പോയെന്ന് ഞാൻ കണ്ടു, ആ കുട്ടി കൂടെ തോട്ടി കൂടെ ഇറങ്ങി സ്വർണം എടുക്കണം ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് രക്ഷകർത്താവിന്റെ അനുവാദമില്ലാതെ ഇത് അടിക്കുകയും പിടിക്കുകയും ചെയ്യാൻ ഇവിടെ എന്ത് അധികാരം? ഇത് സാഡിസമല്ലേ? ഈ സാഡിസം എന്ന് പറയുന്ന ഈ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്തുന്നെങ്കിൽ നിയമപരമായി പല നിയമങ്ങൾ പ്രമാണിച്ച് സെക്ഷൻ 326, സെക്ഷൻ 336, സെക്ഷൻ IPC സെക്ഷൻ 302 പ്രമാണിച്ച് നിങ്ങൾ കുറ്റക്കാരാണ്, സദാചാരം ഗുണ്ടായിസം കാണിക്കുന്നവര്. ഇങ്ങനെയുള്ള ഈ സാഡിസം ബിഹേവിയർ ഏറെക്കുറെ നിർത്തേണ്ടത് ആവശ്യമാണ്. ഒരു യുവാവും യുവതിയും കൂടെ ഒരുമിച്ച് നടന്നു എന്ന് വിചാരിച്ച് അവർ പരിചയക്കാരായിരിക്കും അല്ലായിരിക്കും എന്ന് വിചാരിച്ച് UPക്കടുത്ത് മീററ്റിൽ പോലീസ് ഇവരെ ശരിക്കും മർദ്ദിച്ചു. എന്തെങ്കിലും കള്ളക്കേസിൽ ഇവരെ കൊടുക്കുക, അല്ലെങ്കിൽ ഇവർ അത് ചെയ്തു ഇത് ചെയ്തു പരസ്യമായി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് അവർ ഫോട്ടോ എടുത്തു. അവർ വേറെ ആളുടെ ഫോട്ടോ എടുക്കണം ഞങ്ങൾ കണ്ടു, വേറെ ഫോട്ടോ എടുക്കണം നിങ്ങൾ കണ്ടു, ഞങ്ങൾ ഇപ്പം അടിക്കും പിടിക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഈ മോറൽ പോലീസ് ഇങ്ങനെ വ്യാപകമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് പോലീസല്ല, ഈ നാട്ടുകാരാണ്. എടാ, ആൺകുട്ടികളിലും 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും കൂടി ഒരു തോടിന്റെ കരയിൽ നിന്നിരുന്നു. അവര് പ്രകൃതിയൊക്കെ ആസ്വദിക്കുകയാണ്. ഇത് കണ്ട ചില കിങ്കരന്മാർ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ 2 പാർട്ടികളെ എടുത്തിട്ട് അടിക്കുകയാണ്. സദാചാര ഗുണ്ടായിസം. ഈ സദാചാര ഗുണ്ടായിസത്തിനെ എതിർക്കേണ്ടത് നിന്റെയും എന്റെയും ആവശ്യമാണ്. ഇങ്ങനെ ഈ ഇടമണ്ണ് ഒരു പുരുഷൻ അവന്റെ കാമുകിയുടെ വീട്ടിൽ ചെന്നെന്ന് പറഞ്ഞ് അവിടുത്തെ വീട്ടുകാരല്ല അവർക്ക് പരിചയമുള്ള 2 വന്ന് അടിച്ച് അവനെ അവശനാക്കി നഗ്നനാക്കി തെങ്ങിൽ കെട്ടി മർദ്ദിച്ച് വിട്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതാണ് സദാചാര ഗുണ്ടായിസം. IPC സെക്ഷനുകൾ ഞാൻ പറഞ്ഞു. ഈ സെക്ഷനുകൾ പ്രകാരം നിങ്ങൾ കുറ്റവാളികളാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങളെയോ നാടിനെയോ സാരമായി ബാധിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടെ ഇടപെടാം. വഴിയിലൊരുത്തനും വീണ് കിടന്നാൽ അവനെ എഴുന്നേൽപ്പിച്ച് ആശുപത്രി കൊണ്ടുപോകേണ്ട നിന്റെ ചുമതലയാണ്. സദാചാര ഗുണ്ടായിസം നിന്റെ പോക്കറ്റിൽ ഇരിക്കത്തേ ഉള്ളൂ. ഈ വക സദാചാര ഗുണ്ടായിസം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുരുഷനും സ്ത്രീകൾക്കുമെതിരെ യുവാക്കന്മാർക്കെതിരെ സദാചാര ഗുണ്ടായിസമാണെങ്കിൽ അതിനെ നിയമപരമായിട്ട് നേരിടുമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നിനക്കൊരു നഷ്ടവുമില്ലാത്ത സ്ഥലത്ത് നീ കയറി ഇടപെടരുത്. ആ വീട്ടിൽ ആര് വന്നു, ഈ വീട്ടിൽ ആര് പോയി, നിന്റെ വീടല്ല. അല്ലാത്തടത്ത് നീ ആവശ്യമല്ലാത്ത ഇടപെടരുത്. സദാചാര ഗുണ്ടായിസം ഈ കാലത്ത് ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കണം. നല്ല പൗരനായി ജീവിച്ച്, ഒരു നല്ല ഇന്ത്യൻ പൗരനായി ജീവിച്ച്, ഇന്ത്യയോട് കൂറ് കാണിച്ച്, കേരളത്തോട് കൂറ് കാണിച്ച് നമ്മൾ പോകുക. ഈ വചനത്താൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സൗഹാർദ്ദം പ്രതീക്ഷിച്ചുകൊണ്ട് കമന്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഇത് ശ്രദ്ധയോടുകൂടി പഠിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിലമിക്കുന്നു. ഓക്കെ, നന്ദി. വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് ഇനിയും കാണാം.